എല്ലാവർക്കും വണക്കം. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആത്മീയ ചിന്താഗതി ആരാധന രീതി ശാവാരാധന തന്നെ ആയിരിക്കും. ശാവെന്നാൽ പ്രകൃതി എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ആത്മീയ ചിന്താഗതികളും പരിശോധിച്ചാൽ പോലും ശാവ ആരാധന ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. കാരണം ശാവ ആരാധനയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇടമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആരാധനയായി ശാവ ആരാധനയെ കണക്കാക്കുന്നു. അത്തരം ആരാധനകൾ ഉണ്ടായിരുന്ന ഈ രാജ്യത്ത് ആര്യന്മാരുടെ വരവോടുകൂടി എന്നേക്കുമായി ഈ ആരാധന ചിതറപ്പെട്ടു എന്ന് വേണം കണക്കാക്കാൻ. AD 1-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ പുതിയ മതങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടമാണ്. ബുദ്ധമതമായിരുന്നാലും ഹിന്ദുമതമായിരുന്നാലും സിഖ് മതമായിരുന്നാലും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളുടെ ഒക്കെ തന്നെ വളർച്ചയുടെ കാലഘട്ടമാണ്. ഓരോ മതങ്ങളും അവരുടെ ആത്മീയ സിദ്ധാന്തങ്ങളുമുണ്ട് മനുഷ്യനെ വേർതിരിച്ചു. ആ വേർതിരിപ്പുകൾ പല പൂർവികരുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം AD 6-ാം നൂറ്റാണ്ടിൽ പൂർവികരുടെ ശാവ ആരാധന പൂർവികരുടെ തലമുറകൾ വീണ്ടും ജനിച്ചു. അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശാവ ആരാധനയുടെ ചിന്തകളിലേക്ക് മുഴുകുകയും പ്രകൃതിയെ ആരാധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാറ്റപ്പെട്ടു. പല നാട്ടിൽ പല സ്ഥലങ്ങളിലായി 4 പേർ ജനിച്ചു. പ്രകൃതിയായിൽ തന്നെ പൂർവികരുടെ ശാവ ആരാധനയുടെ പിന്തുടർച്ച എന്നോണം വീണ്ടും ഒരു ടീമിനെ തന്നെ അസംബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആത്മീയ ചിന്താഗതി, അതായത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശാവാരാധനയുടെ ചിന്തകളും പ്രകൃതിയെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവും ഉണ്ടായിരുന്ന 4 പേർ 4 സ്ഥലങ്ങളിലായി ജനിച്ചു. അവരെ 4 സമയക്കുറവറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഹിന്ദുമതത്തിൻ്റെ ശൈവ ആരാധന എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ നിർമ്മിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ തത്വങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഈ 4 കുറവരാണ്. അവരെ നാൽവർ എന്നും അറിയപ്പെടുന്നു. സമയങ്ങളിൽ 3 പേരുടെ വരവാണ് ആദ്യം ഉണ്ടാകുന്നത്. കുറവരുടെ സംഖ്യാശാസ്ത്രം അനുസരിച്ച് 4 പേര് വന്നെങ്കിൽ മാത്രമാണ് ഒരു ആത്മീയ ആചാരാനുഷ്ഠാനം പൂർണ്ണമാവും. അതിൽ 3 പേരുടെ വരവ് എന്ന് പറയുന്നത് 3 പേര് തിരുനാവകരരസർ, സുന്ദരർ, അതുപോലെ തന്നെ മാണിക്യവാസൻ. ഇവർ 3 പേരും പൂട്ടിക്കിടന്ന കോവിലുകളൊക്കെ തന്നെ തുറന്ന് അവരുടെ പഠനങ്ങൾ, ആത്മീയ പഠനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ശാവാരാധനയെക്കുറിച്ചുള്ള അറിവുകൾ സമൂഹത്തിനോട് പകർന്നു കൊടുത്തു. ആ ഘട്ടത്തിലാണ് അവസാനമായി തിരുஞான സംബന്ധർ, ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ, അതിൽ ആത്മീയ ചിന്താഗതിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് ഈ 4 പേരിലേക്ക് എത്തിപ്പെടുന്ന ആളാണ് തിരുஞான സംബന്ധർ. എന്നാൽ തുടങ്ങുന്നത് 4 സമയക്കുറവരെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് തിരുஞான സംബന്ധരനെ. തിരുஞான സംബന്ധർ, തിരുനാവകരരസർ, സുന്ദരർ, അവസാനം മാണിക്യവാസകരാണ് പറയുന്നത്. കാരണം ഒരു ടീം അസംബ്ലി ചെയ്തപ്പോൾ അവസാനം വന്നു ചേർന്നത് മാണിക്യവാസകരാണ്. അതായത് ചോള നാട്ടിലിരുന്ന് തിരുஞான സംബന്ധർ, പല്ലവ നാട്ടിലിരുന്ന് തിരുനാവകരരസർ, തിരുനാവല്ലൂരിലിരുന്ന് സുന്ദരർ, അവസാനം ആ ടീമിലേക്ക് വന്നു ചേർന്നത് പാണ്ഡ്യനാട്ടിലിരുന്ന് മാണിക്യവാസകരാണ്. ഇവർ തെളിയിച്ച ശാവാരാധനയുടെ വെളിച്ചമാണ് ഇന്നും കുറവർ സമൂഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. ഒരുപക്ഷെ ആത്മീയ ചിന്താഗതി അമിതമായി ഉണ്ടെങ്കിലും അവർക്ക് അറിയില്ല അത് ഈ 4 കുറവരുടെ വീണ്ടും പുനരാരംഭിച്ച ശാവാരാധനയുടെ ഭാഗമാണ് എന്ന് ഇന്നും
പല കുറവർക്കും ഇതറിയില്ല. ഇന്ത്യയിലെ മുക്കിലും മൂലയിലൊക്കെ തന്നെ എല്ലാ മേഖലകളിലേക്കും ശാവ ആരാധനയുടെ പഠനങ്ങളും ആശയങ്ങളും ആരാധനകളും പൂർണ്ണമായും എത്തിച്ചതിൻ്റെ ഭാഗമാണ് ഇന്നും കുറവർ സമൂഹത്തിൻ്റെ ഉള്ളിൽ ആത്മീയ ചിന്താഗതി അടിയുറച്ച് നിൽക്കുന്നത്. ബ്രാഹ്മണനടക്കം ഹിന്ദു സമൂഹങ്ങൾ ശൈവ ആരാധന ചെയ്യുന്ന സമൂഹം ഇന്നും ഈ 4 കുറവറുകളുടെ, നാൽവർ എന്നറിയപ്പെടുന്ന 4 സമയക്കുറവരുടെ ആത്മീയ ചിന്താഗതികൾ തന്നെയാണ് ഇന്ന് ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഏത് ബ്രാഹ്മണനോട് ചോദിച്ചാൽ, അറിവുള്ള ഏത് ബ്രാഹ്മണനോട് ചോദിച്ചാലും തീർച്ചയായും അത് 4 സമയക്കുറവരുടെ സിദ്ധാന്തമാണെന്ന് അവരൊരു മടിയും കൂടാതെ പറയാൻ സാധിക്കും. കാരണം തെളിവുകൾ അനവധിയാണ്. അതുപോലെ തന്നെ ദേവാരം പാടുന്നത്, കോവിലുകളിൽ ദേവാരം പാടുന്നത് തന്നെ, ദേവാരം പാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ ഉയിരും ഉടലും എന്താണെന്ന് മനസ്സിലാവുന്നത് ദേവാരം പാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഭംഗിയായാണ് ആത്മീയതയെ ഈ 4 സമയക്കുറവുകൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ശൈവ ആരാധനയായി ശിവ ആരാധന. ബ്രാഹ്മണരുടെ ഭാഷയായ സംസ്കൃതത്തിൽ അവർ ശൈവ ആരാധനയെന്നും ശിവ ആരാധനയെന്നും പറയുന്നത്. യഥാർത്ഥമായിട്ടത് ശാവ ആരാധനയാണ്. അത് തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുറവർ സമൂഹത്തിൻ്റെ കോവിലുകളിലെ കുപ്പൻ സങ്കല്പത്തെ ശിവൻ സങ്കല്പമെന്ന് അവരിന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ശിവ ആരാധന എന്ന് പറയുന്നത് ചാവാരാധനയാണ്. ഈ ചാവാരാധന സങ്കല്പത്തെ നിലനിർത്തിയ 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഫോഴ്സ് തന്നെയാണ് ഈ 4 സമയക്കുറവറുകൾ എന്നറിയപ്പെടുന്നത്. അവരെ തെളിയിക്കപ്പെട്ട ഒരു ഭക്തിയുടെ ദീപമാണ്, അല്ലെങ്കിൽ ആത്മീയ ചിന്ത, ചാവ് ചിന്തകളുടെ, അവർ തെളിയിക്കപ്പെട്ട ചാവ് ചിന്തകളുടെ ദീപമാണ് ഇന്ന് കുറവരുടെ മനസ്സിൽ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 സമയക്കുറവറുകൾ, അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ ക്യാപ്റ്റൻസ്, അവഞ്ചേഴ്സ്, ഇൻക്രെഡിബിൾസ്, ദി ഫാന്റാസ്റ്റിക് ഫോഴ്സ് എന്നറിയപ്പെടുന്നു.